എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് യൂണിവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡിംഗ് നടത്തുന്നത്. ഞാൻ ഈ ഇടുന്ന റീഡിങ്സ് എല്ലാവരും ഒന്ന് രാവിലെ തന്നെ കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്, അതുപോലെ യൂണിവേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇടുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളെ ഒന്നും തടസ്സപ്പെടുത്താൻ മാറ്റാനോ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഈ ഇടുന്ന അതായത് യൂണിവേഴ്സ് തരുന്ന ഈ ഗൈഡൻസ് മൂലം നമുക്കൊരു മുന്നേ കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ മോർണിംഗ് തന്നെ ഇത് ഇടുന്നതും മോർണിംഗ് ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നതും. ഓക്കെ, റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. Six of Wands, Nine of Wands, Four of Pentacles, Justice, Nine of Cups, Queen of Pentacles, ഒരു വേൾഡ് കാർഡും കൂടെ എക്സ്ട്രാ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം കുറേ സംഘർഷങ്ങൾക്കും വേദനകൾക്കും ശേഷം വളരെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. ഒരു പരിവർത്തനത്തിൻ്റെ പാതയിൽ കൂടിയാണെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചീറ്റിംഗ് എനർജി കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകളായിരിക്കും ഇന്നത്തെ ദിവസം. പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് വിജയിച്ച് നിൽക്കുന്ന ഒരു പോരാളിയുടെ അവസ്ഥയിലായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത് നിങ്ങൾ വളരെ അഭിമാനം കണ്ടെത്തുന്നത്, മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാനുള്ള ഒരു സാഹചര്യം ഇന്നുണ്ടാകും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒഫീഷ്യലി എന്തെങ്കിലും ഡ്യൂട്ടീസൊക്കെ തന്നിട്ട് അത് വളരെ ഭംഗിയായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്ത് അതൊക്കെ ചെയ്ത് തീർത്തത് മൂലം നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും ഒരു പ്രശംസ കിട്ടുന്ന ഒരു എനർജിയൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ആളുകളിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് കടന്നു പോകുന്നത്. നയൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. വിജയിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസവും ഒരു പോസിറ്റീവ് എനർജി കൂടി കടന്നു പോകുന്നെന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണ്. നിങ്ങൾ ചെറിയ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ലൈഫിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നാണ് കാണുന്നത്. അതിനൊരു മടി കാണിക്കുന്നു. ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു മടുപ്പ് ബോറ് അടിക്കുമെങ്കിലും പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല.
മാറ്റങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരു ചെറിയ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ വലിയൊരു കാര്യം നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തികൾക്ക് അതിൻ്റെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഉണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഫേവർ നമ്മൾ ചെയ്തു കൊടുത്താൽ അയാളിൽ നിന്ന് തന്നെ അതിന് നമുക്കൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അവരുടെ തിരിച്ച് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുതെന്നോ വാശി പിടിക്കരുത് അങ്ങനെ വേണ്ടി. അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നോ മറ്റൊരാളിൽ നിന്നോ നമുക്കത് തിരിച്ചു കിട്ടും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്ര ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു നന്ദി വാക്ക് പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലെന്നോ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് അവരിൽ നിന്ന് ചില വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾ കുറേ ദിവസങ്ങളായിട്ട് വളരെ ബിസി ഷെഡ്യൂളിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് അതൊക്കെ ചെയ്തു തീർത്ത് വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം പരിപോഷിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ചില ആളുകൾക്ക് വേണ്ടി പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം. എങ്ങനെയായാലും കുറേ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സമയം കണ്ടെത്തുന്നുള്ള അങ്ങനത്തെ ഒരു എനർജി ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ് പറയുന്നത്. ദി ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ചിലർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേട്ട് അവരുടെ വേദനകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂവിനെ കുറിച്ചോ ഒക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം നമ്മളത് കേട്ട് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആശ്വസിപ്പിക്കുക, ആ എനർജി വിട്ടുകളയുക എന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന വേൾഡ് കാർഡാണ്. എല്ലാത്തിനും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു പര്യവസാനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു നല്ലൊരു എൻഡിങ് ആയിരിക്കും ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും നല്ലൊരു എനർജിയിലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ എല്ലാവരും ഈ വീഡിയോ മാക്സിമം രാവിലെ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ആ ദിവസത്തെ ഒരു ക്ലാരിറ്റി കിട്ടുമെങ്കിൽ അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.